സ്നേഹമുള്ളവരെ, ശത്രു നിന്നെ എറിയാനെടുത്ത കല്ലുകളില്ലേ, ആ കല്ലുകളെ ദൈവം അനുഗ്രഹമാക്കി മാറ്റും. എന്ത് ചെയ്താലും നിങ്ങളെ കുറ്റം പറയുന്നവരില്ലേ, എന്ത് ചെയ്താലും നിങ്ങളെ നെഗറ്റീവ് വാക്ക് പറയുന്നവരില്ലേ, നിങ്ങൾ കേൾക്കുകയും കേൾക്കാതെയും നിങ്ങളെ പരിഹസിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്ന അനേകരുണ്ട്. ഇതറിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് വേദനിക്കാറില്ലേ? അപ്പോൾ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറില്ലേ? അപ്പൊ ഈ കുറ്റം പറഞ്ഞവർക്ക് ഒരു നന്ദി പറയുക. വീണ്ടും എന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അവസരം ഒരുക്കി തന്നതിനും ദൈവത്തോട് അടുക്കാൻ അവസരം ഒരുക്കി തന്നതിനും അവർക്കൊരു നന്ദി പറയുക. ഈ കുറ്റം പറഞ്ഞവരൊക്കെ പെർഫെക്റ്റ് ആണെന്നും പറഞ്ഞിരിക്കുകയാണ്. ഈ കുറ്റം പറയുന്നവരൊക്കെ എല്ലാം തികഞ്ഞവരാണെന്നും പറഞ്ഞിരിക്കുകയാണ്. അവർ കൊടും പാപികളാണ്. അവരുടെ പാപവും കുറ്റങ്ങളും മറയ്ക്കാനാണ് അവർ നിങ്ങളെ കുറ്റം പറയുന്നത്. അവർക്കൊരു സമാധാനം, അവർ ദൈവം അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിലെ ഒരു പാപിനിയായ സ്ത്രീയെയും കൊണ്ട് കുറച്ചുപേർ കയ്യിൽ കല്ലും എടുത്തുകൊണ്ട് ഓടിച്ചുകൊണ്ട് യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ സ്ത്രീ എത്തിയത് കൃത്യം സ്ഥലത്താണ്, എത്തിയതിന്റെ അടുത്താണ് ആ സ്ത്രീ എത്തിയത്. ആ സ്ത്രീയെ അവിടെ കൊണ്ടുവന്നതിന് അവർക്ക് നന്ദി. അപ്പൊ ആ പെർഫെക്റ്റായ മനുഷ്യരെടുത്ത്, ആ എല്ലാം തികഞ്ഞ മനുഷ്യരെടുത്ത് യേശു പറയാനേ, പാപമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടേ കല്ലെറിയാൻ, നാണിച്ച് തല താഴ്ത്തി അവിടുന്ന് പോയെന്നാ പറയുന്നത്. അവസാനം ആ സ്ത്രീയും യേശുവും മാത്രമായി. ആര് നിന്നെ കൈവിട്ടാലും അവൻ നിന്നെ കൈവിടത്തില്ല. അത്ഭുതമാക്കി മാറ്റിയില്ലേ ആ സ്ത്രീയെ, സാക്ഷ്യമാക്കി മാറ്റിയില്ലേ ആ സ്ത്രീയെ, സന്തോഷമാക്കി മാറ്റിയില്ലേ ആ സ്ത്രീയുടെ ജീവിതം. നിങ്ങളെയും അവനൊരു അത്ഭുതമാക്കി മാറ്റുമെന്നേ. നിങ്ങളവൻ കൈവിടത്തില്ല. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നേ. ദൈവം അനുഗ്രഹിക്കട്ടെ.